10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയ കരിക്കുലം കമ്മിറ്റി യോഗത്തിൽ ബി.ജെ.പി. അനുകൂല സംഘടനാ പ്രതിനിധിയും പങ്കെടുത്തു. പാഠഭാഗത്തെക്കുറിച്ച് ബി.ജെ.പി. പ്രതിനിധി അനൂപ് കുമാർ എതിർപ്പ് ഉയർത്തിയില്ല. ഗവർണർ സർക്കാർ പോരിനിടയിലാണ് വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, കമ്മിറ്റിയിൽ ബി.ജെ.പി. പ്രതിനിധി ഉണ്ടായിരുന്നു. എതിർപ്പ് അറിയിക്കാത്തതിൽ നിന്നെന്താണ് മനസ്സിലാക്കേണ്ടത്? തന്നെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നുള്ള പാഠഭാഗത്തിലാണ് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട അധികാര പരിധികൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഗവർണർ രാജ്ഭവൻ പോര് തുടരുന്നതിനിടയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തത്. അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അത് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഓണാവധിക്ക് ശേഷമുള്ള പാഠഭാഗത്തിൽ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 2ാം വാള്യത്തിലാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കമ്മിറ്റി, ഇന്നലെ ചേർന്ന കരിക്കുലം കമ്മിറ്റി ഇക്കാര്യത്തിൽ അനുമതി നൽകുമ്പോൾ ബി.ജെ.പിയുടെ സംഘടനാ പ്രതിനിധി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അനൂപ് കുമാർ എന്ന NTA നാഷണൽ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയാണ് ഈ കരിക്കുലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം പക്ഷേ ഒരു എതിർപ്പും അറിയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട ഒരു കാര്യം. ഈ കാര്യത്തിൽ പാഠപുസ്തകത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനുള്ള പാഠ്യപദ്ധതിയിൽ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ബി.ജെ.പി. പ്രതിനിധി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാവുന്ന കാര്യം എന്ന് പറയുന്നത്. സംഘടനാ തലത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഇക്കാര്യത്തിൽ എതിർപ്പുയർത്തേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനം കൂടി ഉയർന്നിട്ടുണ്ട്. ബി.ജെ.പിക്കും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നിലവിൽ എത്തിയിരിക്കുന്നത്. കാരണം ഗവർണർമാർ രാജ്യത്ത് തന്നെ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും വലിയ തരത്തിൽ സർക്കാരിനെ അരക്ഷിതാവസ്ഥയിലെത്തിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ബി.ജെ.പിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ ഗവർണറായി തുടരുമ്പോഴും ബി.ജെ.പി. അവർ നടത്തുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഉൾപ്പെടെ അതേ നിലപാടാണ് നിലവിൽ ബി.ജെ.പിയും ഒപ്പം തന്നെ പോഷക സംഘടനകളും ഒക്കെ സ്വീകരിച്ചു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് കരിക്കുലം കമ്മിറ്റി യോഗത്തിൽ ബി.ജെ.പിയുടെ അധ്യാപക സംഘടനാ പ്രതിനിധിയായ അനൂപ് കുമാർ ഇക്കാര്യത്തിൽ ഒരു എതിർപ്പും അറിയിച്ചിട്ടില്ല. ബി.ജെ.പിക്കകത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന്, ഒരു വിശദീകരണത്തിന് ബി.ജെ.പി. അതിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ പാഠഭാഗത്തിൽ, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധി എന്താണ് എന്നുള്ള കൃത്യമായി വിശദീകരിക്കുന്ന ഭാഗം പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഈ അടുത്ത കാലത്ത് വന്ന സുപ്രീം കോടതി വിധി ഉൾപ്പെടെയുണ്ട്. തമിഴ്നാട് സർക്കാർ ഗവർണർക്കെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിൽ സുപ്രീം കോടതി നിശിതമായ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനം നൽകിയ വിവിധ ഹർജികൾ, ഈ ഗവർണറുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന വിവിധ ഹർജികൾ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരം നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ട് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ്, അതായത് ഈ ഗവർണർ സംസ്ഥാന സർക്കാർ അധികാര പോരുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ ഉൾപ്പെടെ ശേഖരിച്ച് അതിൽ വിശകലനം നടത്താനുള്ള ഒരു നിർദ്ദേശവും വിദ്യാർത്ഥികൾക്ക് പാഠഭാഗം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടുതൽ നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഗവർണർ സംസ്ഥാന സർക്കാർ പോരുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾ അത് വിശകലനവും അവലോകനവും ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം നിലവിൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് കൂടുതൽ തുറന്നു കാട്ടാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് നിലവിൽ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അതിനുശേഷം തുടർപഠനം നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ ശേഖരിച്ചായിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇക്കാര്യത്തിലാണ് ബി.ജെ.പി. പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഒരെതിർപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ള വാർത്തകൾ ഇന്നലെ കരിക്കുലം കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ ബി.ജെ.പി. നേതാക്കൾക്കും ഒപ്പം തന്നെ അധ്യാപക സംഘടനയ്ക്കും സ്വാഭാവികമായും മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. ശരി, വിജിൻ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങളിൽ നിന്ന് ചരിത്രത്തെ മായ്ച്ചു കളയുക, ഇല്ലെങ്കിൽ തിരുത്തി പുതിയ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ രീതിക്കെതിരെ കൂടിയാണ് കേരളം ഇത് പഠിപ്പിക്കുക. അതായത് ഭരണഘടനയിലുള്ള കാര്യങ്ങളെ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്.